ഒരു കാര്യം അറിയാഞ്ഞിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. അതാ ഈ നേരം നോക്കി സച്ചി ഇല്ലാത്ത തക്കം നോക്കി വന്നത്. എന്ത് കാര്യം നിങ്ങൾക്ക് അറിയേണ്ടത്? ചോദിക്ക്, ഞാൻ അതിന് വ്യക്തമായിട്ട് ഉത്തരം പറയാം. എങ്കിൽ സന്തോഷം. എനിക്ക് ഒരേ ഒരു കാര്യം അറിഞ്ഞാ മതി. നീ എന്തിനായിരുന്നു കേക്കിൽ വിഷം വെച്ച് നിന്റെ ഭർത്താവ് അടക്കം എല്ലാരെയും കൊല്ലാൻ നോക്കിയത്? നെല്ലിശ്ശേരിയുടെ കണക്കില്ലാത്ത സ്വത്തിനാണോ അതോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യേയില്ല. കൊള്ളാം, നിന്റെ അഭിനയം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. തെളിവുകൾ ഇങ്ങനെ കൺമുന്നിൽ ഉണ്ടായിട്ടും നീയല്ല ചെയ്തേന്ന് പറയണമെങ്കിൽ കുറച്ചൊന്നും അല്ല ആത്മവിശ്വാസം ഉള്ളത്. ആ ആത്മവിശ്വാസം എവിടുന്ന് കിട്ടുന്നു എനിക്കറിയാം. മകളെ പോലെ ചേർത്ത് പിടിച്ചു നിർത്തുന്ന സേതുമാധവൻ എന്ന ഗ്രഹനാഥൻ, ഭാര്യയാണ് ലോകം എന്ന് കരുതുന്ന സച്ചി, പൊക്കിൾക്കൊടി ബന്ധമില്ലാതെ ഏട്ടത്തി എങ്ങനെയാ അമ്മയാകുന്നതെന്ന് കാണിച്ചു തരുന്ന സന്ദീപ്, സ്വന്തം ഏട്ടനേക്കാളും വാത്സല്യം ചൊരിഞ്ഞു ചൊരിഞ്ഞു തരുന്ന ഭർത്താവിന്റെ ഏട്ടനും ഒക്കെ നീ പറഞ്ഞത് വിശ്വസിക്കുമായിരിക്കും. എന്നാലേ ഞാനത് തൊള്ള തൊടാതെ വിഴുങ്ങാൻ സേതുമാധവനല്ല എന്റെ തന്ത. എല്ലാരെയും ഒറ്റയടിക്ക് തീർത്ത ശേഷം ജീവനോടെ ഇരിക്കുന്ന നിനക്ക് നെല്ലിശ്ശേരി വീടും ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളും നിന്റെ നിലവാരത്തിനനുസരിച്ച് നീ ചിന്തിച്ച് നടപ്പാക്കാൻ നോക്കിയത് വലിയ മണ്ടത്തരായിപ്പോയി അർച്ചന, വലിയ മണ്ടത്തരം. നിനക്കങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നല്ലോ. എല്ലാവരെയും കൊല്ലുക, എല്ലാം പിടിച്ചടക്കുക, ഈ ഉദ്ദേശത്തോടു കൂടി ഒരു കൂരയ്ക്ക് കീഴെ 2 പേരുള്ളപ്പോ നീ ഒറ്റയ്ക്ക് ഇതിനെ ഇറങ്ങിത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ പറഞ്ഞതൊക്കെ അവന്തിക ചെയ്യുമായിരിക്കും, അർച്ചന ചെയ്യില്ല. അവന്തികയെ കൊണ്ട് ചെയ്യിക്കാനും സമ്മതിക്കില്ല. വിശ്വസിച്ചു. അർച്ചന എന്നുള്ള എന്റെ അനിയത്തി ഇതൊന്നും ചെയ്യില്ല എന്ന് ഏടത്തി അങ്ങ് വിശ്വസിച്ചു. ഇനി വിശ്വസിക്കേണ്ടതേ പോലീസും കോടതിയൊക്കെയാ. കേക്ക് ഓർഡർ ചെയ്തത് നീ, കൊണ്ടുവച്ചതോ എടുത്തോണ്ട് വന്നതും നീ, അത് കഴിക്കാതിരുന്നതും അനിയത്തിയും കഴിക്കാൻ സമ്മതിക്കാതെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടതും നീ. ഇതൊക്കെ ഇങ്ങനെ സാഹചര്യ തെളിവുകളായി മുന്നിൽ വരി വരിയായി നിൽക്കുമ്പോ ഞാൻ വിശ്വസിച്ചതുപോലെ പോലീസും കോടതിയൊക്കെ വിശ്വസിക്കോ മോളെ? ഞാൻ നിന്റെ മുമ്പിൽ പറഞ്ഞ ഇത്രയും തെളിവുകൾ മതി കൊലപാതക ശ്രമത്തിന് ഇരുമ്പഴിക്കുള്ളിൽ കിടക്കാൻ. എല്ലാരെയും രക്ഷിച്ചു എന്ന് പറയുന്ന നീ തന്നെ ഇവിടുന്ന് കൈവിലങ്ങുമായി ഇറങ്ങിപ്പോണ്ട അവസ്ഥയിലാണല്ലോ മോളെ. നാളെ പോലീസ് വരും. ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാവും അവരും പറയുക. അതുകൊണ്ട് ഇന്നൊരു രാത്രി കൂടി നീ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്. നാളെ നീ ഇവിടുന്ന് പടി ഇറങ്ങുന്ന ദിവസാ. പൊൻകിരീടം വെച്ച് നെല്ലിശ്ശേരിയിലെ മഹാറാണിയാവാൻ കൊതിച്ച നിന്റെ കയ്യിൽ ഇരുമ്പ് വിലങ്ങ് വീഴുന്ന ദിവസം.